ഇന്ന് നമ്മൾ മുട്ട കൊണ്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് പണിയൊന്നും എടുക്കാതെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഇതിലേക്ക് 3 വലിയ ഉരുളക്കിഴങ്ങ് നല്ല പോലെ പുഴുങ്ങി ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഉടച്ചെടുക്കണം കേട്ടോ, കട്ടയൊന്നും ഇല്ലാതെ. ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വളരെ നൈസായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക. 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി, ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, അപ്പോൾ ഇതിലേക്ക് മൊത്തത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ, ഇതെല്ലാം ഭാഗത്തും മിക്സ് ആവുന്ന രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഞാനിത് നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്ത 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുറിക്കൊന്നും ചെയ്യാതെ പുഴുങ്ങിയെടുത്ത് അതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്നാക്കിലേക്ക് വേണ്ടത്. പിന്നെ ഞാനിവിടെ കുറച്ച് ഐസ് സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടെങ്കിൽ എടുത്താൽ മതി, കാണാനൊരു നല്ല ലുക്ക് ഉണ്ടാവും ഐസ് സ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് ഇല്ലാതെയും ചെയ്യാം കേട്ടോ, ഇപ്പം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ ഞാനിതാ കോഴിമുട്ടയുടെ അടിഭാഗത്തായിട്ട് ഈ ഐസ് സ്റ്റിക്സ് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോഴിമുട്ടയിലൊന്ന് വരഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സ് ഇല്ലേ, കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിൽ നിന്ന് ഓരോ പിടിയെടുത്ത് കയ്യിൽ വെച്ച് നല്ല പോലെ ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റിക്കിൽ കുത്തി വെച്ചിട്ടുള്ള കോഴിമുട്ടയില്ലേ, അത് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക കേട്ടോ. മുട്ട മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്കറിയാലോ ഉള്ളിലേക്കൊക്കെ എണ്ണ കയറിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. പിന്നെ അതിങ്ങനെ കവർ ചെയ്തെടുക്കുമ്പോഴാണ് അതിന് നല്ലൊരു ലുക്കും കിട്ടുക. അപ്പോൾ എല്ലാം ഇതുപോലെ കോഴിമുട്ട എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുകയാണ് കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ കറക്കി ഇതൊരു ബാറ്ററാക്കി എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കറിയാലോ മൈദ അല്ലേ, പെട്ടെന്ന് കട്ട കിട്ടും നമ്മൾ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇതിന് പകരം കോഴിമുട്ട എടുത്താലും മതി കേട്ടോ. കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു മൈദ മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ സ്നാക്കും എടുത്തിട്ട് ഈ മൈദ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ സ്റ്റിക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് തവണ തിരിക്കരുത്, സ്റ്റിക്ക് ഊരിപ്പോരും. അപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടുള്ള എണ്ണയിൽ നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കുത്തി നിറച്ചിടരുത് കേട്ടോ. ഈ സ്റ്റിക്കും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ട് പൊട്ടിപ്പോവും. ഞാനിപ്പോൾ ഇത് ഓരോന്നായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ എണ്ണ തൂവി കൊടുക്കാം കേട്ടോ. എന്നാൽ മുകൾ ഭാഗം ചെറുതായിട്ട് അങ്ങോട്ട് കുക്കായിക്കോളും ചൂടുള്ള എണ്ണ ആകുമ്പോൾ. അല്ലെങ്കിൽ നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് ആ സ്റ്റിക്കൊക്കെ ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ, കാരണം നമ്മൾ ഇതിനുള്ളിലുള്ള സവാളയും പച്ചമുളകും അതൊന്നും കുക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് സോട്ടായിട്ട് കിട്ടിക്കോളും. അല്ലെങ്കിൽ പച്ചക്ക് അങ്ങനെ ഇരിക്കും. നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മുകൾ ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് കളറ് മാറുകയും ചെയ്യും, ഉള്ളിലുള്ള പച്ചക്കറികളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഒരുപാട് പണിയൊന്നും എടുക്കാതെ ഉള്ളി വഴറ്റുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. കാണാനും നല്ല ലുക്കാണ്, കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ടൊന്ന് ഫോളോ ചെയ്യാം. താങ്ക്